പ്രശ്നമില്ലാതെ പുള്ളി ഇങ്ങോട്ട് വരില്ല. ശരിയാ. ജീവൻ ചെയർമാനെ മാത്രം കണ്ടാൽ മതി എന്നാണ് രാജകൽപ്പന. അതെന്താ അറിയില്ല, വന്നതിന് പിന്നിൽ ഒരു സതുദ്ദേശമില്ലാതില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം റെഡിയാണ്. അപ്പോ ഞാനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. ശരി, വിളിപ്പിച്ചിട്ടുണ്ട്. വാജീവ ഇരിക്കേ. ഞാൻ ശ്രീകുമാർ കർത്ത, ട്രസ്റ്റി. അറിയാം. നേരിട്ട് കാര്യത്തിലേക്ക് വരാം. മാനേജ്മെന്റും കുട്ടികളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഞാൻ വന്നത്. കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ അത് കുട്ടികൾ തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവല്ലോ. സാറ് തമ്പുരാണ്ടയിലോ പഠിക്കാതെ കാര്യം പറ. ആരോടും തർക്കിക്കാനില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ ട്രസ്റ്റ് തയ്യാറാണ്. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വളരെ സന്തോഷം. പകരം സാറ് പറഞ്ഞു വരുന്നത് ഊട്ടിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുകയല്ല, ഞങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ ആവട്ടെ. വേണ്ട കാശ് എത്രയെന്ന് വെച്ചാൽ ഓഫീസ് വന്നാൽ മതി. വേണ്ട സാറേ, പഞ്ചാര പായസമാണേലും ആരും കോളാമ്പി കുടിക്കാറില്ലല്ലോ. മോനെ ജീവ, തിളച്ച് പൊങ്ങുന്നതൊക്കെ തുളുമ്പും. അത് പായസമാണെങ്കിലും. എന്ത്? കൊട്ടാരത്തിൽ അല്പന്മാർ കയറിയെന്നോ? അതേ തിരുമനസേ. കൊട്ടാരം അശുദ്ധമായല്ലോ. വേഗം ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കി. ശരി തിരുമനസേ. തിളച്ച പായസമാ സാറേ, വീണടം പൊള്ളും. പോവാം. എടാ, നമ്മുടെ തോട്ടത്തിൽ നമുക്ക് അറിയുന്ന കുറച്ച് ആളുകളെ വിളിക്കണം. ഇവിടെ പണിയുണ്ടല്ലേ? നല്ല വേദനയായിരിക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം ദേവരെ പോലെ ഓടിച്ചാടി നടക്കാം. 9ാം ക്ലാസ്സിന് ശേഷം എന്റെ മോള് നടന്നിട്ടില്ല സാറേ. ഇനി ഇവളെവിടെയെങ്കിലും ഇരിക്കുമെന്ന സംശയം. നമുക്ക് നോക്കാം. ശരി, ഇനി നമുക്കൊന്ന് നടന്നു നോക്കാം. വാ. മെല്ലെ. അയ്യോ, എന്തത്? കരയോ?
ഡെവലപ്പ് ആവാൻ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കണതൊന്നും ഇല്ലല്ലേ. കൊച്ചു നോക്കടാ, എനിക്കിപ്പോ നടക്കാം. സഖാവേ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി വീട് പണിത് കൊടുക്കല്ലേ? എങ്ങനെയാ ഒന്നും പ്രതീക്ഷിക്കാതെ ഇതെല്ലാം? ആരോ പറഞ്ഞേ? പ്രതീക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്. പ്രതിഫലം കണ്ടില്ലേ, ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തെക്കാൾ വലിയ എന്ത് പ്രതിഫലമാണ് ഉള്ളത്? അല്ല പോണ്ടേ? ഇന്ന് സൺഡേ അല്ലേ? 8 മണി വരെ നീ ഫ്രീ അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എങ്ങോട്ടാ? ഇവിടെ അടുത്താ, പോസ്റ്റ് ഓഫീസിന്റെ അവിടെ. ഒരു അടിപൊളി സ്ഥലാ. അത് വേണ്ട. അത് വേണം. വേണ്ടാന്നേ. നീ വാ. അവൻ അങ്ങനെയാ. ഞാൻ വൈകിട്ടാ കല്യാണം കഴിച്ചേ. അവൻ ജനിക്കുമ്പോ എനിക്ക് 35 വയസ്സാ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒന്നിനും വയ്യ. അവൻ ആ ഒരു വിചാരം വേണ്ടേ? ഒരു പോക്ക് അങ്ങോട്ട് പോയാ പിന്നെ എപ്പോഴാ വരികന്ന് ഒരു പിടിയില്ല. അമ്മേ, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ അതങ്ങോട്ട് മറന്നു. ഞാനേ ശർക്കര ചായ എടുക്കാം. നീ പറയണ്ടേ കുട്ടി, നീ എപ്പോഴും ഇവിടെ വരണതല്ലേ. അമ്മേ, പലഹാരം വല്ല ഇരിപ്പുണ്ടോ? നോക്കാം. വാടോ. ഇവിടെ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനമൊന്നുമില്ലേ? ആശയങ്ങളും ആദർശങ്ങളും പുസ്തകങ്ങളിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്. സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും എന്താ, ഒരു വീടുണ്ടല്ലോ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരമ്മയും. മോളുടെ വീട് എവിടെയാ? എനിക്ക് വീടില്ല, ഞാൻ ആശ്രമത്തിലാ. സാരില്ല മോളെ, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇത് മോളുടെയും കൂടി വീടല്ലേ. പാവ അമ്മ ഒറ്റയ്ക്കല്ലേ, നേരത്തിനൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കൂടെ? പാവമാണ്. എത്ര വൈകിയാലും അമ്മ എന്നെ കാത്തിരിക്കും. പിന്നെ മിക്കവാറും എന്നെ പുറത്താക്കി തന്നെ അമ്മ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന തോന്നുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ. അമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് പറയാൻ വെച്ച ഒരു കാര്യം കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ പോട്ടെ. നാളെയാ സാഹിത്യോത്സവം. ഒരുപാട് പണിയുണ്ട്. നാളെയാണല്ലേ? ആരൊക്കെ വരുന്നുണ്ട്? അഴീക്കോട് സാറ്, മേരി ടീച്ചർ, പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷികൾ. സാറും ഉണ്ടോ? അപ്പൊ നല്ല ആളും ഉണ്ടാവൂലോ. ഇപ്പോഴത്തെ വിവാദ നായകനല്ലേ. എടോ, ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ജാനറ്റിന്റെ കാര്യം താനൊന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചു തന്നെ. താങ്ക്സ്. അത് ശരി, താങ്ക്സ് മാത്രമേ ഉള്ളൂ? ശരി, താൻ പറ എന്താ വേണ്ടേ? ഒരുമാതിരി പുരുഷാവശ്യങ്ങളൊന്നും പറയരുത്. എനിക്ക് തനിക്ക് ഊട്ടി കാണണം. ഊട്ടിയോ? അതാണോ? താൻ പോയി കാണടോ. ഒറ്റയ്ക്ക് കാണാൻ പേടിയാ. എന്നാ ഫസിലിനെ കൂട്ടിക്കോ. അങ്ങനെ ഓടിപ്പോയി കണ്ടുവരാനല്ല, എനിക്ക് മുഴുവനും നടന്നു കാണണം. പിന്നെ ഞാൻ ചോദിച്ച ഫസീലയോടല്ലോ. ശരി, ഞാൻ കൊണ്ടുപോവാം. നാളത്തെ ദിവസം കൂടി കഴിയട്ടെ.
എന്നാ ഞാൻ പോട്ടെ. ആ